Good evening all. Amity യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെം നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ റിവിഷൻ മാരത്തോണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ACCA+ BCom സ്റ്റുഡൻസിന് നമ്മൾ ട്രിപ്പിളായി പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ റിവിഷൻ ക്ലാസ് ആണിത്. ഇന്ന് നമ്മൾ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാക്രോ എക്കണോമിക്സ് സബ്ജക്റ്റിൻ്റെ ഈ ഒരു ഫസ്റ്റ് ആൻഡ് തേർഡ് മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിന്ന് 26th, 27th, then 29 ഈ 3 ദിവസങ്ങളിലായിരിക്കും നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ മാരത്തോൺ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡേയ്സിലായിരിക്കും നമ്മൾ ഈ ചാപ്റ്റേഴ്സ് 5 മൊഡ്യൂളാണ് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. നമ്മൾ മാക്സിമം പോർഷൻസ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഡേയ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾക്ക് 2 പോർഷൻസ് ആയി നമ്മുടെ മൊഡ്യൂൾ 1 and 3 മൊഡ്യൂൾ 1-നകത്ത് 2 യൂണിറ്റ്സ് ആണ് വരുന്നത്. മെയിൻലി നമ്മൾ വരുന്നത് സർക്കുലർ ഫ്ലോയെ പറ്റിയും നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിനെ പറ്റിയും, മൊഡ്യൂൾ 3-നകത്ത് മണി ആൻഡ് ബാങ്കിങ്ങിനെ പറ്റിയാണ് വരുന്നത്. അവിടെ 2 യൂണിറ്റ് ആണ്. ഇതാണ് നമ്മൾ ഇന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്, ഡിസൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു ലൈവിലേക്ക് വെൽക്കം ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഡൗട്ട്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ദെൻ ഇതിൻ്റെ പ്രോബ്ലം സെക്ഷൻ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ദിവസം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ 1st ജൂലൈയിലായിരിക്കും നിങ്ങൾക്ക് ഈ എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും റിവിഷൻ ക്ലാസ്സസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു ലൈവ് നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് നാഷണൽ അക്കൗണ്ടിങ്, ഈ 2 കാര്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് നമുക്കൊന്ന് സെറ്റ് ആക്കിയാലോ. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വരുന്ന യൂണിറ്റ് 1ഉം യൂണിറ്റ് 2 ഏതാണ്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. അത് നമുക്ക് വേഗം ഒന്ന് സെറ്റ് ആക്കാം. ഓക്കെ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അല്ലേ? നമ്മൾ ബേസ് ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. എന്ത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിനെ പറ്റി. എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട പഠിക്കുന്നതാണ് 2 സെക്ടർ മോഡൽ, 3 സെക്ടർ മോഡൽ, 4 സെക്ടർ മോഡലിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം കണ്ടുപിടിക്കാനായിട്ട് വിത്ത് ഗ്രാഫാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു എക്കണോമിയിൽ ഏതാണ് 4 സെക്ടേഴ്സ് ആണുള്ളത്. ഒരു എക്കണോമിയിൽ പ്രധാനമായിട്ടും 4 സെക്ടേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് 4 സെക്ടേഴ്സ്? ഫേം, ഹൗസ് ഹോൾഡ്, then external, ഗവൺമെന്റ്. ഇങ്ങനെ 4 സെക്ടേഴ്സ് ആണ് ഒരു എക്കണോമിയിലുള്ളത് അല്ലേ? ഫേം, ഹൗസ് ഹോൾഡ്, എക്സ്റ്റേണൽ, ഗവൺമെന്റ്. 4 സെക്ടേഴ്സ് പ്രധാനമായിട്ടും ഒരു എക്കണോമിയിൽ ഉണ്ട്. അങ്ങനെ വരുമ്പം ഇവരാണ് അല്ലേ? ഫേം എന്ത് ചെയ്യുന്നു? ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫേം എന്ത് ചെയ്യുന്നു? ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂം ചെയ്യുന്ന ആരാണ്? ഹൗസ് ഹോൾഡ് ആണ്. നമുക്ക് ബേസിക്കലി അറിയുന്ന കാര്യമാണ്. ദെൻ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് വേണം ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ് അല്ലേ? ഇത് ആരുടെ കയ്യിലാണുള്ളത്? ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ. ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഫേമിൻ്റെ കയ്യിൽ എന്തുണ്ട്? എന്തുണ്ട്? അവരുടെ കയ്യിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ വെൽത്ത് ഉള്ളത് കൊണ്ട് അത് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാപിറ്റൽ യൂസ് ചെയ്ത് അവരുടെ ആ ഒരു റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഫേം ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് തിരിച്ച് ആര് തന്നെ ഉപയോഗിക്കുന്നു? ഹൗസ് ഹോൾഡ് ഉപയോഗിക്കുന്നു. പിന്നീട് അവിടെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഉണ്ട്. ദെൻ എക്സ്റ്റേണൽ ഉണ്ട്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിങ് ആൻഡ് ഫോറിൻ ട്രേഡ് ഒക്കെ വരുമ്പോൾ എക്സ്റ്റേണൽ സെക്ടേഴ്സും ഉണ്ട്. അങ്ങനെ ഇതിനെ ഫേം ആൻഡ് ഹൗസ് ഹോൾഡ് ഉള്ളെങ്കിൽ അതിനെന്താണ്? 2 സെക്ടർ എന്നും, ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റിലൂടെ വരുമ്പോൾ അത് 3 സെക്ടർ മോഡൽ എന്നും, ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടേഴ്സ് വരുമ്പോൾ അതിനെ 4 സെക്ടർ മോഡൽ എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്താ നോക്കി? ദ റെപ്രസെന്റ് ബിറ്റ്വീൻ ഫ്ലോ ഓഫ് ഇൻകം ബിറ്റ്വീൻ ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ്. ഹൗസ് ഹോൾഡിൻ്റെ ഫേമിൻ്റെയും ഇടയിൽ ഇൻകത്തിൻ്റെ ഫ്ലോയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അതിന് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിൾ എന്നൊരു സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഇല്ലല്ലോ. അതുപോലെയാണ് ഈ ഇൻകം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഫേമിനും ഹൗസ് ഹോൾഡിനും ഇടയിൽ ഇൻകം എന്താണ്? റൊട്ടേറ്റ് ചെയ്ത് അത് ഫ്ലോ നടന്നുകൊണ്ടിരിക്കും. ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്. നമ്മൾ എക്കണോമിക്സിൽ ബേസ് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. ഹ്യൂമൻ വോൺസ് അൺലിമിറ്റഡ് ആണ് അല്ലേ? മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല. നമുക്കൊരു 1000 രൂപ നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിരവധി ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഒരു 1000 റുപ്പീസ് കൊണ്ട് കുറേ ആവശ്യങ്ങൾ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം അല്ലേ? അപ്പം എന്താ ചെയ്യണം? നമ്മൾ പ്രൊഡക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഈ നീഡ്സിനെ
മീറ്റ് ചെയ്യാനായിട്ട്. അതായത് ഒരു എക്കണോമിയിലെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ്, കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് എന്തെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഫേം അവിടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ക്യാരി ചെയ്യാനായിട്ട്. അപ്പോൾ ആ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ക്യാരി ചെയ്യാനായിട്ട് പക്ഷേ എല്ലാവരുടെയും എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? കാരണം എന്താണ്? റിസോഴ്സസ് സ്കേഴ്സ് ആണ്. ആളുകളുടെ വോൺസ് അൺലിമിറ്റഡ് ആണ്, റിസോഴ്സസ് സ്കേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ വോൺസും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പ്രൊഡക്ഷൻ നടക്കുന്ന എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സർക്കുലർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് ഫേമിൻ്റെ അവരിടയിൽ എന്ത് നടക്കുന്നു? ഫ്ലോ ഓഫ് ഇൻകത്തിനാണ്. ദ ഫ്ലോ ഓഫ് ഇൻകം ബിറ്റ്വീൻ ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ് ആണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ സർക്കുലർ ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഹ്യൂമൻ വോൺസ് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ വോൺസ്, ഹ്യൂമൻ വോൺസ് കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടന്നിരിക്കണം. അത് നമുക്കറിയാം. ദെൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്. ഇത് ഉപയോഗിച്ചാണ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ക്യാരി ചെയ്യുന്നത്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. എന്താണ്? ഇൻകം ഇസ് ജനറേറ്റഡ് ത്രൂ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, സ്പെൻഡ് ബൈ ഹൗസ് ഹോൾഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇത് ആർക്ക് കൊടുക്കുന്നു? ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ഫേമിന് കൊടുക്കുന്നു. ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫേമിന് കൊടുക്കുന്നു. ഫേം ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അവിടെ അങ്ങനെ വരുമ്പോൾ എന്താണ്? ഈ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്താണ് ഫേം എന്ത് ചെയ്യുന്നത്? ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലുള്ള എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്ത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഗുഡ്സ് ആൻഡ് സർവീസ് സെല്ല് ചെയ്താണ് ആര് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? ഫേം ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻകം ഈസ് ജനറേറ്റഡ് ത്രൂ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിലൂടെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൊഡക്ഷനിലൂടെ ഇൻകം ആര് ജനറേറ്റ് ചെയ്യുന്നു? നമ്മുടെ ഫേം ജനറേറ്റ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ് ഉണ്ടല്ലോ, ഇത് ഹൗസ് ഹോൾഡ് കൊടുക്കുന്നതിന് അവർക്ക് റിവാർഡ് കൊടുക്കണ്ടേ? റിട്ടേൺ കൊടുക്കണ്ടേ? ആ റിട്ടേൺ എന്ത് ചെയ്യും? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ദെൻ സ്പെൻഡ് ബൈ ഹൗസ് ഹോൾഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർക്ക് കൊടുക്കുന്നു? ഫേമിന് കൊടുക്കുന്നു. ഫേം അത് യൂസ് ചെയ്തുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗുഡ്സ് ആൻഡ് സർവീസ് അപ്പം ആ ഗുഡ്സ് ആൻഡ് സർവീസ് തിരിച്ച് ആർക്ക് തന്നെ വിൽക്കുന്നു? ഹൗസ് ഹോൾഡിന് തന്നെ ഫേം വിൽക്കുന്നു. അപ്പം ഹൗസ് ഹോൾഡിന് ആ ഒരു ഇൻകം, ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുത്തതിന് പകരമായിട്ട് ഫേം ഹൗസ് ഹോൾഡിനെ എന്താണ് റെമ്യൂണറേഷൻ കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഫേം ഹൗസ് ഹോൾഡിന് ഗുഡ്സ് വിൽക്കുമ്പോൾ ഹൗസ് ഹോൾഡ് തിരിച്ച് പേയ്മെന്റ് നടക്കുന്നു. അതാണ് സർക്കുലർ ഫ്ലോ. അവിടെ ഒരു ഇൻകം എന്ത് ചെയ്യുന്നു? ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുന്നു, തിരിച്ച് റിട്ടേൺ വരുന്നു. ഇങ്ങനെ സർക്കുലർ ആയിട്ട് അവിടെ മൂവ് ചെയ്യുന്നു. ഫേം എന്ത് ചെയ്യുന്നു? ഈ ഫാക്ടർ സർവീസുകൾ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ് യൂസ് ചെയ്യുന്നു. അതിന് പകരമായി പേയ്മെന്റുകൾ കൊടുക്കുന്നു. അല്ലേ? ലാൻഡ് ഉപയോഗിക്കുന്നതിന് പകരമായി റെന്റ് കൊടുക്കുന്നു, ലേബറിന് വേജസ് കൊടുക്കുന്നു, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, ഓൺട്രപ്രണർഷിപ്പിന് പ്രോഫിറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇതിനെ എന്ത് വിളിക്കുന്നു? ഫാക്ടർ ഇൻകംസ് എന്ന് വിളിക്കുന്നു. അപ്പം ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ എന്തുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഫേം ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഫേം ഹൗസ് ഹോൾഡിനെ റിവാർഡ്സ് കൊടുക്കുന്നു. ലാൻഡ് ഉപയോഗിക്കുന്നതിന് റെന്റ് കൊടുക്കുന്നു, ലേബർ ഉപയോഗിക്കുന്നതിന് വേജസ് കൊടുക്കുന്നു, ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, ഓൺട്രപ്രണർഷിപ്പിന് പ്രോഫിറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. ഇതിനെ എന്ത് വിളിക്കുന്നു? ഫാക്ടർ ഇൻകം. റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റിനെ എന്ത് വിളിക്കുന്നു? ഫാക്ടർ ഇൻകംസ് എന്ന് വിളിക്കുന്നു. ഹൗസ് ഹോൾഡ് ഇവർക്ക് കിട്ടുന്ന ഈ ഇൻകം, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഇൻകം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് ആൻഡ് സർവീസ് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു? ഫേംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അപ്പൊ തിരിച്ച് ആ ഇൻകം ആരുടെ കയ്യിൽ തന്നെ വന്നു? ഫേമിന്റെ കയ്യിൽ തന്നെ വന്നു. ഓക്കെ, ഫേമിന്റെ കയ്യിൽ തന്നെ വന്നു. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ മൂന്ന് ഫേസ് ഉണ്ട്. പ്രൊഡക്ഷൻ ഫേസ്, ഡിസ്ട്രിബ്യൂഷൻ ഫേസ്, എക്സ്പെൻഡിച്ചർ ഫേസ്. അതായത് ഫേം ഫാക്ടർ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫേം പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ചെയ്യുന്നു. അതിനെ പ്രൊഡക്ഷൻ ഫേസ് എന്ന് വിളിക്കുന്നു. ദെൻ ഫാക്ടർ പേയ്മെന്റ് ആർക്ക് കൊടുക്കുന്നു? ഫേം ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ഫേം റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ദെൻ ഹൗസ് ഹോൾഡ് ആ കിട്ടിയ ഇൻകം ഉപയോഗിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുന്നു. ദാറ്റ് ഈസ് ഇൻകം സ്പെൻഡിങ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഫേസ്. അപ്പം ഹൗസ് ഹോൾഡ് ഉണ്ട്, ഫേം ഉണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ
ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ നിന്ന് ഫേമിലേക്ക് പോകുന്നു. ഫേം അത് യൂസ് ചെയ്ത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫേം തിരിച്ചെന്ത് ചെയ്യുന്നു? ഫാക്ടർ പേയ്മെന്റ് നടത്തുന്നു. ആ കിട്ടുന്ന പേയ്മെന്റ് ഉപയോഗിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് ആര് വാങ്ങുന്നു? ഹൗസ് ഹോൾഡ് ഫേമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അതുകൊണ്ട് പ്രൊഡക്ഷൻ ഫേസ്, ഡിസ്ട്രിബ്യൂഷൻ ഫേസ്, എക്സ്പെൻഡിച്ചർ ഫേസ്, 3 ഫേസുകൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ ഉണ്ട്. 3 ഫേസസ് ഉണ്ട്. ഓക്കെ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്ത് 2 ടൈപ്പ് ഉണ്ട്. റിയൽ ഫ്ലോയും മണി ഫ്ലോയും. എന്താണ് റിയൽ ഫ്ലോ? അതായത് ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഹൗസ് ഹോൾഡും ഉണ്ട് ഫേമും ഉണ്ട്. ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇത് ആർക്ക് കൊടുക്കുന്നു? ഫേമിന് കൊടുക്കുന്നു. ഹൗസ് ഹോൾഡിന്റെ കയ്യിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഫേമിലേക്ക് മൂവ് ചെയ്യുന്നു. ഫേം അത് യൂസ് ചെയ്ത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഫേം ആർക്ക് വിൽക്കുന്നു? ഹൗസ് ഹോൾഡിന് വിൽക്കുന്നു. ഓക്കെ, ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ എന്തുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹൗസ് ഹോൾഡ് ആർക്ക് കൊടുക്കുന്നു? ഫേമിന് കൊടുക്കുന്നു. ഫേം ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ എല്ലാം എന്താണ് അവിടെ റിയൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഫ്ലോ ആണുള്ളത്. ഫിസിക്കൽ കാര്യമാണ്. ഫിസിക്കലി എന്തെങ്കിലും ഒരു വസ്തുവാണ് മൂവ് ചെയ്യുന്നത്. ലാൻഡോ, ലേബറോ, ക്യാപിറ്റലോ, ഓൺടർപ്രണർഷിപ്പോ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് മൂവ് ചെയ്യുന്നു. ഇതാണ് എന്ത് വിളിക്കുന്നത്? റിയൽ ഫ്ലോ എന്ന് വിളിക്കുന്നത്. ആക്ച്വൽ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ബിറ്റ്വീൻ ഹൗസ് ഹോൾഡ് ആൻഡ് ഫേമിനിടയിലുള്ള ആക്ച്വൽ മൂവ്മെന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിയൽ ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു? ഫാക്ടർ സർവീസ് കൊടുക്കുന്നു, അല്ലെ? ഫാക്ടേഴ്സ് കൊടുക്കുന്നു. ലാൻഡും ലേബറും ക്യാപിറ്റലും ഫേമിന് കൊടുക്കുന്നു. ഫേം എന്ത് ചെയ്തു? ഹൗസ് ഹോൾഡിന് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ ക്യാഷ് പേയ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഫാക്ടർ സർവീസ് കൊടുക്കുന്നു, തിരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് കിട്ടുന്നു. അവിടെ മണി പേയ്മെന്റ് ഒന്നും ഇല്ല. ഗുഡ്സ് ആൻഡ് സർവീസിന്റെ എക്സ്ചേഞ്ച് മാത്രമാണുള്ളത്. അതുകൊണ്ട് അതിനെ ഫിസിക്കൽ ഫ്ലോ എന്നും വിളിക്കുന്നു. ഫാക്ടർ സർവീസ് എവിടെ നിന്ന് മൂവ് ചെയ്യുന്നു? ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക്. ഗുഡ്സ് ആൻഡ് സർവീസ് ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക്. അപ്പോൾ അവിടെ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മൂവ്മെന്റ് ആണ് വരുന്നത്. മണി ഫ്ലോ ഒന്നുമില്ല, മണി എക്സ്ചേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു ഫേസിനെ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിനെ എന്ത് വിളിക്കുന്നു? റിയൽ ഫ്ലോ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഫിസിക്കൽ ഫ്ലോ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് മണി ഫ്ലോ? അപ്പോൾ മണി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ മോണിറ്ററി ഫ്ലോ ബിറ്റ്വീൻ ഫേം ആൻഡ് ഹൗസ് ഹോൾഡ്. മണി പേയ്മെന്റ് അതായത് നമ്മുടെ ഹൗസ് ഹോൾഡ്, ഫേം, ഇവർ രണ്ടുപേരാണുള്ളത്. ഹൗസ് ഹോൾഡും ഉണ്ട്, ഫേമും ഉണ്ട്. ഈ ഹൗസ് ഹോൾഡിന് എന്ത് കിട്ടുന്നു? ഫാക്ടർ പേയ്മെന്റ് കിട്ടുന്നല്ലോ. ഫാക്ടർ സർവീസ് കൊടുക്കുന്നതിന് പകരമായിട്ട് റെന്റും വേജും പ്രോഫിറ്റും ഇൻട്രസ്റ്റും കിട്ടുന്നു, അല്ലേ? ഈ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുന്നതിന് പകരമായി ഹൗസ് ഹോൾഡ് ഫേമിന് എന്ത് കൊടുക്കുന്നു? പേയ്മെന്റ് നടത്തുന്നു. അപ്പൊ ആ രണ്ട് മൂവ്മെന്റ് എന്താ? ക്യാഷ് പേയ്മെന്റ് അല്ലെങ്കിൽ മണി മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ മോണിറ്ററി ഫ്ലോ എവിടെ നടക്കുന്നു? ഫേമിനും ഹൗസ് ഹോൾഡിനും ഇടയിൽ മണി എക്സ്ചേഞ്ച് നടക്കുന്നു, അല്ലെ? മണി എക്സ്ചേഞ്ച് നടക്കുന്നു. ഫേം എന്ത് ചെയ്യുന്നു? ഫാക്ടർ പേയ്മെന്റുകൾ ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുന്നതിന് പകരമായിട്ട് മണി സ്പെൻഡ് ചെയ്യുന്നു. അവിടെ എക്സ്ചേഞ്ച് ഓഫ് മണി ഉണ്ട്. അതിനെ നോമിനൽ ഫ്ലോ അല്ലെങ്കിൽ മണി ഫ്ലോ എന്ന് വിളിക്കുന്നു. നോമിനൽ ഫ്ലോ ഓർ മണി ഫ്ലോ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരു സിമ്പിൾ എക്കണോമി അല്ലെങ്കിൽ 2 സെക്ടർ മോഡൽ. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് 2 സെക്ടർ മോഡലാണ്. ഹൗസ് ഹോൾഡ്, ഫേം, ഇവർ രണ്ടുപേരും മാത്രമുള്ള ഒരു എക്കണോമിയാണ് എന്ത് വിളിക്കുന്നത്? 2 സെക്ടർ മോഡൽ അല്ലെങ്കിൽ സിമ്പിൾ എക്കണോമി എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ സർക്കുലർ ഫ്ലോയെ പറ്റി പറഞ്ഞാൽ ആരൊക്കെയുണ്ട്? ഹൗസ് ഹോൾഡ് ഉണ്ട്, ഫേം ഉണ്ട്. ഇതൊരു ക്ലോസ്ഡ് മോഡലാണ്. വരുന്നത്. അവിടെ ഫോറിൻ ട്രേഡ് ഇല്ല, എക്സ്റ്റേണൽ സെക്ടർ ഇല്ല, അതായത് ഫോറിൻ ട്രേഡ് ഇല്ല, ഗവൺമെന്റ് ഇല്ല, സേവിങ്സ് ഇല്ല. അതുകൊണ്ട് ടാക്സ് ഇല്ല. പിന്നെന്താണ്? ഫോറിൻ ട്രേഡ് ഇല്ല, സേവിങ്സ് ഇല്ല. ഒരു 2 സെക്ടർ മോഡലിൽ ഹൗസ് ഹോൾഡ്, ഫേം മാത്രമേ ഉള്ളൂ. അതൊരു ക്ലോസ്ഡ് എക്കണോമിയാണ്. ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അവിടെ ഫോറിൻ ട്രേഡ് ഇല്ല, ഗവൺമെന്റ് ഇല്ല, സേവിങ്സ് ഇല്ല. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആ ഒരു 2 സെക്ടർ മോഡലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ എന്തുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ആരാ ഉപയോഗിക്കുന്നത്? ഹൗസ് ഹോൾഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു. ഫേമിനെ സംബന്ധിച്ചോ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഫേം. എന്തുപയോഗിച്ച്? ഹൗസ് ഹോൾഡിന്റെ കയ്യിലുള്ള ഫാക്ടേഴ്സ് ഓഫ് സർവീസ് ഉപയോഗിച്ചുകൊണ്ട്. ദെൻ ഹൗസ് ഹോൾഡിന് ഗുഡ്സ് ആൻഡ് സർവീസ് വിൽക്കുന്നു. ഫാക്ടർ പേയ്മെന്റ് ഹൗസ് ഹോൾഡിന്റെ ഫാക്ടർ സർവീസുകൾ ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ നിന്ന് ഫേമിലേക്ക് പോകുന്നു.
ദെൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഫേമിൻ്റെ കയ്യിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നു, ഗുഡ്സ് ആൻഡ് സർവീസ്. ഓക്കെ, ഇതെല്ലാം സംഭവിക്കുന്നത്. സർക്കുലർ ഫ്ലോയെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൗസ് ഹോൾഡ് സപ്ലൈ ഫാക്ടർ സർവീസ് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്സ്, ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് ആരുടെ കയ്യിലാണുള്ളത്? ഹൗസ് ഹോൾഡ് അത് ആർക്ക് കൊടുക്കുന്നു? ഫേമിന് കൊടുക്കുന്നു. ഈ ഫാക്ടർ സർവീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫേം എന്ത് ചെയ്യുന്നു? ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫാക്ടർ സർവീസ് കിട്ടിയതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? ഫാക്ടർ സർവീസ് കിട്ടിയതിന് പകരമായിട്ട് ഫേം ഹൗസ് ഹോൾഡുകൾക്ക് പേയ്മെന്റ് നടത്തുന്നു. റെന്റ്, ലാൻഡിന് പകരമായി റെന്റ്, ലേബറിന് പകരമായി വേജസ്, ക്യാപിറ്റലിന് പകരമായി ഇൻട്രസ്റ്റ്, ഓൺട്രപ്രണർഷിപ്പിന് പകരമായി പ്രോഫിറ്റ് കൊടുക്കുന്നു. അതാണ് നാലാമത്തെ സ്റ്റെപ്പോ, ഹൗസ് ഹോൾഡ് അവർക്ക് കിട്ടിയ എല്ലാ ഇൻകവും ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാനായിട്ട് മേടിക്കുന്നു. അപ്പം ഹൗസ് ഹോൾഡ് അവർക്ക് കിട്ടിയ എൻറ്റയർ ഇൻകവും എന്ത് ചെയ്യുന്നു? ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഫേമിന് എന്ത് ചെയ്യുന്നു? ഈ ഫേമിന് ഹൗസ് ഹോൾഡിൻ്റെ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പേയ്മെൻറ്റ് എടുക്കുന്നു, അവരുടെ ഇൻകം ആവുന്നു. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ നിന്ന് ഫാക്ടർ സർവീസുകൾ ഫേമിലേക്ക് പോകുന്നു. ഫേം അത് യൂസ് ചെയ്ത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗുഡ്സ് ആൻഡ് സർവീസ് ഫേമിൻ്റെ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നു. ഫാക്ടർ പേയ്മെൻറ്റുകൾ നടത്തുന്നു, ഗുഡ്സിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്നു. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന കുറച്ച് അസംഷൻസ് ഉണ്ട്. ഇവിടെ എന്താണ്? കുറച്ച് അസംഷൻസ് ഉണ്ട്. ഇവിടെ 2 സെക്ടർ മോഡലിൽ 2 പേരേ ഉള്ളൂ, ഹൗസ് ഹോൾഡും ഫേമും. ഇവിടെ എന്തില്ല? സേവിങ് ഇല്ല. ഹൗസ് ഹോൾഡിന് കിട്ടുന്ന എൻറ്റയർ ഇൻകവും ഫേമിന് കിട്ടുന്ന എൻറ്റയർ ഇൻകവും അവർ ഫുൾ ചെലവാക്കുന്നു, ഫുൾ സ്പെൻഡ് ചെയ്യുന്നു. ആരും ഒന്നും സേവ് ചെയ്യുന്നില്ല. ക്ലോസ്ഡ് എക്കണോമിയാണ്, അതായത് ഗവൺമെൻറ്റും ഇല്ല, ഫോറിൻ സെക്ടറും ഇല്ല. ഹൗസ് ഹോൾഡിന് കിട്ടുന്ന ഫുൾ ഇൻകവും അവർ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാൻ ഉപയോഗിക്കുന്നു. ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഔട്ട്പുട്ടും ഹൗസ് ഹോൾഡിന് വിൽക്കുന്നു. ഇവിടെ സേവിങ്സ് ഇല്ല, ഗവൺമെൻറ് ഇല്ല, ഫോറിൻ സെക്ടർ ഇല്ല, ഇതൊന്നുമില്ല. ഇതൊരു ക്ലോസ്ഡ് എക്കണോമിയാണ്. 2 സെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. എവിടെ? 2 സെക്ടർ സർക്കുലർ ഫ്ലോ, 2 സെക്ടർ മോഡലിൽ അല്ലെങ്കിൽ സിമ്പിൾ എക്കണോമിയിലെ വരുന്നത്. ഇനിയും ഈ 2 സെക്ടർ മോഡൽ ഫോർ എക്സാമ്പിൾ ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് കൂടി ഉണ്ട്, അതായത് ബാങ്കിങ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, 2 സെക്ടർ മോഡലാണ്. അവിടെ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്, അതായത് ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞു ഹൗസ് ഹോൾഡും ഫേമും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇനി ആരൊക്കെ ഉണ്ട്? ബാങ്കും, ഇൻഷുറൻസും, കമ്പനിയും, കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? സെക്ടേഴ്സ് 2 ഉള്ളൂ, ഹൗസ് ഹോൾഡും ഫേമും. എക്സ്ട്രാ ആയിട്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റും അവിടെ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് സേവിങ്സ് നടത്തും, അല്ലേ? ബോറോയിങ് നടക്കും. അപ്പം നേരത്തെ ഹൗസ് ഹോൾഡ് ആൻഡ് ഫേമേ ഉള്ളൂ, അവിടെ സേവിങ്സ് ഇല്ലായിരുന്നു. പക്ഷേ ഇനി എന്തായിരിക്കും? ഫൈനാൻഷ്യൽ മാർക്കറ്റുകൾ ഉണ്ടാകുമ്പോൾ, 2 സെക്ടർ മോഡലിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റുകൾ ഉണ്ടാകുമ്പോൾ ഹൗസ് ഹോൾഡും ഫേമും സെക്ടേഴ്സ് 2 ഉള്ളൂ, അവിടെ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് സേവിങ്സും ബോറോയിങ്സും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഹൗസ് ഹോൾഡ് നേരത്തെ പോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് സപ്ലൈ ചെയ്യുന്നു. ഹൗസ് ഹോൾഡ് സപ്ലൈ ചെയ്യുന്നു. അതിന് പകരമായിട്ട് ഫാക്ടർ ഇൻകം, റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആർക്ക് കിട്ടുന്നു? ഫാക്ടർ ഇൻകം ആർക്ക് കിട്ടുന്നു? ഹൗസ് ഹോൾഡിന് കിട്ടുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫേമിന് ഹൗസ് ഹോൾഡ് സപ്ലൈ ചെയ്യുന്നു. അപ്പം അതിന് പകരമായിട്ട് ഫാക്ടർ ഇൻകം ആർക്ക് കിട്ടുന്നു?
ഹൗസ് ഹോൾഡിന് കിട്ടുന്നു. ആ കിട്ടുന്ന ഇൻകം ഫുള്ള് ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാൻ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, ഒരു പാർട്ട് മാത്രമാണ് ഹൗസ് ഹോൾഡ് ഉപയോഗിക്കുന്നത്. ബാക്കി ഭാഗം സേവ് ചെയ്യുന്നു. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫേമിന് ആര് കൊടുക്കുന്നു? ഫേമിന് ഹൗസ് ഹോൾഡ് കൊടുക്കുന്നു. തിരിച്ചു പകരമായിട്ട് ഫാക്ടർ പേയ്മെന്റുകൾ കിട്ടുന്നു. ആ കിട്ടുന്ന പേയ്മെന്റിന്റെ ഒരു ഭാഗം അവർ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാൻ ഉപയോഗിക്കുന്നു, മറ്റൊരു ഭാഗം സേവ് ചെയ്യുന്നു. ഫേമിനെ സംബന്ധിച്ച് അവര് ഫാക്ടർ സർവീസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗുഡ്സ് ഓർ സർവീസ് ഹൗസ് ഹോൾഡിന് വിൽക്കുന്നു. അവർ ഹൗസ് ഹോൾഡിന് ഫാക്ടർ പേയ്മെന്റ് ചെയ്യുന്നു. അവർക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടും ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്യുന്നു. അല്ലെങ്കിൽ കുറച്ച് ഭാഗം അവർ സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന വരുമാനം എന്ത് ചെയ്യുന്നു? ഇവർക്ക് കിട്ടുന്ന വരുമാനമോ നമ്മുടെ ഫേമിന് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു ഭാഗം അവരെന്ത് ചെയ്യുന്നു? അവര് ഹൗസ് ഹോൾഡിന് ഫാക്ടർ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നു. ഒരു ഭാഗം അല്ലെങ്കിൽ അവർ ബോറോ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇൻകത്തിന്റെ ഭാഗം ഇൻകം ഇല്ലാത്ത അവസ്ഥയിൽ അവർ ബോറോ ചെയ്യുന്നു. ഒരു ഭാഗം അവരെ സേവ് ചെയ്യുന്നു. അപ്പം ബോറോ ചെയ്യാം. അപ്പം അതിൻ്റെ ഇടയിലാണ് ബോറോയും ചെയ്യുന്നത്. ഇൻകം ബോറോ ചെയ്യല്ല, അവർക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുന്നത് ഇൻവെസ്റ്റ്മെന്റിന് അല്ലെങ്കിൽ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് അവർ ഫണ്ട് ബോറോ ചെയ്യുന്നു. അവർക്ക് കിട്ടുന്ന ഇൻകം കുറച്ച് ഭാഗം ഫാക്ടർ പേയ്മെന്റ് ആയിട്ട് പോകുന്നു, ബാക്കി ഭാഗം അവർ ബാങ്കിൽ സേവ് ചെയ്യുന്നു. അപ്പം 2 സെക്ടർ മോഡൽ നമ്മൾ പഠിച്ചു. 2 സെക്ടർ മോഡലിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റുള്ള കേസും പഠിച്ചു. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്സ് എങ്ങനെയാണ്? ഹൗസ് ഹോൾഡ് ഫാക്ടർ സർവീസ് ഫേമിന് കൊടുത്തു. ഫാക്ടർ ഇൻകം ഹൗസ് ഹോൾഡിന് ഫേമിൻ്റെ നിന്ന് കിട്ടി. ഹൗസ് ഹോൾഡ് അവർക്ക് കിട്ടുന്ന ഇൻകം ഫുള്ള് ഗുഡ്സ് ആൻഡ് സർവീസിന് ഉപയോഗിച്ചു, ഒരു പാർട്ട്. ബാക്കി ഭാഗം സേവ് ചെയ്യുന്നു. ഫേം ബോറോ ചെയ്യുന്നു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന്. പിന്നെ അവർക്ക് കിട്ടുന്ന ഇൻകം കുറച്ച് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, കുറച്ച് റീപേയ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ്: ആക്ട് ആസ് എ ഇന്റർമീഡിയറ്ററി ബിറ്റ്വീൻ ഹൗസ് ഹോൾഡ് ആൻഡ് ഫേം. ഹൗസ് ഹോൾഡിനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. ഹൗസ് ഹോൾഡിന്റെ സേവിങ്സ് ആരാണ്? ഫൈനാൻഷ്യൽ മാർക്കറ്റിലല്ലേ, ബാങ്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ അല്ലേ നമ്മൾ സേവ് ചെയ്യുന്നത്. ഫേമിനെ സംബന്ധിച്ച് അവർക്ക് വേണ്ട ഫണ്ട് കൊടുക്കുന്നു, ബോറോവർ ആയിട്ട് നിൽക്കുന്നു അല്ലേ. അതുപോലെ എക്കണോമിയിൽ ഫണ്ടിന്റെ ഫ്ലോ അല്ലെ, ഫണ്ട് കൃത്യമായിട്ട് ഫ്ലോ മണി സപ്ലൈ കൃത്യമായിട്ട് ചെയ്യുന്നു ഫൈനാൻഷ്യൽ മാർക്കറ്റ്. പിന്നെ സേവിങ്സ് ആൻഡ് ഇൻജെക്ഷൻസ്, ലീക്കേജ് ആൻഡ് ഇൻഷുറൻസ് അവിടെ എൻഷുർ ചെയ്യുന്നു. ഹൗസ് ഹോൾഡ് അവർക്ക് കിട്ടുന്ന എൻറ്റയർ ഇൻകവും ഇവിടെ ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉള്ളപ്പോൾ, ഒരു 2 സെക്ടറിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉള്ളപ്പോൾ ഹൗസ് ഹോൾഡ് അവർക്ക് കിട്ടുന്ന എൻറ്റയർ ഇൻകവും അവരെന്ത് ചെയ്യുന്നില്ല? സ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു ഭാഗം സേവ് ചെയ്യുന്നു. ഫേംസിനെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യുന്നു? അവരുടെ പ്രൊഡക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റികൾക്കായിട്ട് ഫണ്ട് ബോറോ ചെയ്യുന്നു. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിന് കൃത്യമായിട്ട് ഹെൽപ്പും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 2 സെക്ടർ മോഡൽ. ഇനി നമ്മൾ 3 സെക്ടർ മോഡലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആരൊക്കെ വരും? ഹൗസ് ഹോൾഡ് ഉണ്ട്, ഫേം ഉണ്ട്, ഒരാളുടെ എക്സ്ട്രാ വരുന്നു ഗവൺമെന്റ് സെക്ടർ. ഹൗസ് ഹോൾഡ് ഫേം നേരത്തെ ഉണ്ട്, ഇനി ഒരാളുടെ വരുന്നു ഗവൺമെന്റ് സെക്ടർ. ഗവൺമെന്റ് പ്ലേസ് എ ഡ്യുവൽ റോൾ. ഗവൺമെന്റ് 2 കാര്യങ്ങൾ ചെയ്യുന്നു, ഒന്ന് കൺസ്യൂമർ ആണ്, ഒന്ന് പ്രൊഡ്യൂസർ ആണ്. 2 റോൾ. ഹൗസ് ഹോൾഡ് എപ്പോഴും കൺസ്യൂമർ ആണ്, ഫേം പ്രൊഡ്യൂസർ ആണ്. ഗവൺമെന്റ് 2 റോളും ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ എന്താണ് ഗവൺമെന്റ് ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂം ചെയ്യുന്നു. ചില സമയങ്ങളിൽ അവർ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവർ കൺസ്യൂമർ ആണ്, പ്രൊഡ്യൂസർ ആണ്. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? ഒരു 3 സെക്ടർ ആകുമ്പോൾ ഹൗസ് ഹോൾഡ് ഉണ്ട്, ഫേം ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്. ഹൗസ് ഹോൾഡും ഫേമും കൂടെ തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്? ഹൗസ് ഹോൾഡ് നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടർ സർവീസ് കൊടുക്കുന്നു, അതിന് പകരമായി അവർക്ക് ഫാക്ടർ ഇൻകം കിട്ടുന്നു. ആ ഇൻകം ഉപയോഗിച്ച് അവർ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുന്നു.
ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഫാക്ടർ സർവീസ് ഉണ്ട്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ് ഉണ്ട്. അതിന് പകരമായിട്ട് അവർക്ക് എന്ത് കിട്ടുന്നു? റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റുകൾ കിട്ടുന്നു. ആ കിട്ടുന്ന ഇൻകം അവരെന്ത് ചെയ്യുന്നു? ഗുഡ്സ് ആൻഡ് സർവീസിൽ സ്പെൻഡ് ചെയ്യുന്നു. ഗുഡ്സ് ആൻഡ് സർവീസിൽ സ്പെൻഡ് ചെയ്യുന്നു. ബാക്കിയൊരു ഭാഗം അവിടെ എന്ത് ചെയ്യുന്നു? ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ, ബാക്കിയൊരു ഭാഗം അവർ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ സേവിങ് ആയിട്ട് ഇടുന്നു. ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ സേവിങ് ആവുന്നു. ഫേം എന്ത് ചെയ്യുന്നു? ഫാക്ടർ സർവീസ് ഉപയോഗിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗസ് ഹോൾഡിനും ഗവൺമെന്റിനും വിൽക്കുന്നു. ഇവിടെ ഹൗസ് ഹോൾഡിന് മാത്രമല്ല ഗവൺമെന്റിനും വിൽക്കുന്നു. ഹൗസ് ഹോൾഡിന് ഫാക്ടർ പേയ്മെന്റ് ചെയ്യുന്നു. പിന്നീട് അവർക്ക് ആവശ്യമുള്ള ഫണ്ട് ബോറോ ചെയ്യുന്നു. ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ചെയ്യുന്ന ആക്ടിവിറ്റി. ഇനി ഹൗസ് ഹോൾഡും ഫൈനാൻഷ്യൽ മാർക്കറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഹൗസ് ഹോൾഡ് ബാങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും അതുപോലെ അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഇൻകത്തിന്റെ ഒരു ഭാഗം സേവ് ചെയ്യുന്നു. ഫേമും ഫൈനാൻഷ്യൽ മാർക്കറ്റും എന്ത് ചെയ്യുന്നു? ഫേം ആൻഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഫേം എന്ത് ചെയ്യുന്നു? ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ട് മണി ബോറോ ചെയ്യുന്നു. അവർക്ക് എക്സ്ട്രാ ഉള്ള ഇൻകം എന്ത് ചെയ്യുന്നു? അവര് സേവ് ചെയ്യുന്നു. ഇനി ഗവൺമെന്റ് ആൻഡ് ഹൗസ് ഹോൾഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഗവൺമെന്റ് ആൻഡ് ഹൗസ് ഹോൾഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഗവൺമെന്റ് പേസ് ടു ഹൗസ് ഹോൾഡ്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഹൗസ് ഹോൾഡിന് പേയ്മെന്റുകൾ നടത്തുന്നു. ഒന്നെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് അല്ലെങ്കിൽ ഫാക്ടർ പേയ്മെന്റ്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഹൗസ് ഹോൾഡിന് സ്കോളർഷിപ്പ്, പെൻഷൻ, സബ്സിഡീസ്, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റുകളൊക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ പറഞ്ഞു ഫേം മാത്രമല്ല ഗവൺമെന്റും പ്രൊഡ്യൂസറായി മാറുന്നു. അപ്പം ഗവൺമെന്റ് പ്രൊഡ്യൂസർ ആണെങ്കിൽ ഗവൺമെന്റിന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. അത് ആരുടെ കയ്യിലാണ്? ഹൗസ് ഹോൾഡ്. അപ്പം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് അതിന്റെ റെമ്യൂണറേഷൻ ചെയ്യുന്നു. ഹൗസ് ഹോൾഡ് എന്താണ് ഗവൺമെന്റിന് കൊടുക്കുന്നത്? ടാക്സ് പേ ചെയ്യുന്നു അല്ലേ? ടാക്സ് പേ ചെയ്യുന്നു. ഡയറക്റ്റ് ടാക്സോ ഇൻഡയറക്റ്റ് ടാക്സോ പേ ചെയ്യുന്നു. ഇനി ഗവൺമെന്റും ഫേമും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എന്താണ്? ഗവൺമെന്റ് ആൻഡ് ഫേം. ഗവൺമെന്റ് പേസ് ടു ഫേം. ഗവൺമെന്റ് ഫേമിന് പേയ്മെന്റ് നടത്തുന്നു. എന്ത്? ഫേമിൽ നിന്ന് വാങ്ങുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് ഗവൺമെന്റ് പേയ്മെന്റ് ചെയ്യുന്നു. ദെൻ സബ്സിഡിയും ഗ്രാൻഡും പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഫേം എന്താണ് ഗവൺമെന്റിന് കൊടുക്കുന്നത്? കോർപ്പറേറ്റ് ടാക്സ്, GST ഒക്കെ പേ ചെയ്യുന്നു. ഇനി ഗവൺമെന്റും ഫൈനാൻഷ്യൽ മാർക്കറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഗവൺമെന്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോ ചെയ്യുന്നു അല്ലെ? അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റോ ഫംഗ്ഷനിങ്ങോ അവർ ബോറോ ചെയ്യുന്നു. സർപ്ലസ് ഫണ്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് 3 സെക്ടർ മോഡലിൽ നടക്കുന്നത്. 2 സെക്ടർ മോഡൽ, 3 സെക്ടർ മോഡൽ കഴിഞ്ഞു. അടുത്തത് 4 സെക്ടർ മോഡലിൽ എന്താണ് സംഭവിക്കുന്നത്? 4 സെക്ടർ മോഡലിൽ ഹൗസ് ഹോൾഡ് ഉണ്ട്, ഫേം ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ഫോറിൻ സെക്ടർ ഉണ്ട്. ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്, ഫോറിൻ സെക്ടർ ഉണ്ട്. ഇതൊരു മോസ്റ്റ് കംപ്ലീറ്റ് മോഡലാണ്. ഒരു പൂർണ്ണത എത്തിയ ഒരു മോഡലാണ് ഇതുള്ളത്. അതൊരു ഓപ്പൺ എക്കണോമിയാണ്. ഇവിടെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഫോറിൻ സെക്ടർ വന്നതുകൊണ്ട് അവിടെ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസും ഉണ്ട്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസും അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, 4 സെക്ടർ മോഡലിലെ പ്രധാനപ്പെട്ട മണി ഫ്ലോസ് എന്തൊക്കെയാണ്? മണി ഫ്ലോ. ഹൗസ് ഹോൾഡ് ആൻഡ് ഫേം. ഹൗസ് ഹോൾഡും ഫേമും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആണുള്ളത്? ഹൗസ് ഹോൾഡ് നേരത്തെ പോലെ തന്നെ ഫാക്ടേഴ്സ് സർവീസുകൾ കൊടുക്കുന്നു, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് കൊടുക്കുന്നു. അതിന് പകരമായി ഫാക്ടർ ഇൻകം കിട്ടുന്നു. അവർക്ക് കിട്ടുന്ന ഇൻകം ഉപയോഗിച്ച് ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുന്നു. ദെൻ അവരുടെ കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു ഭാഗം അവർ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സേവ് ചെയ്യുന്നു. സെയിം ഡിറ്റോ സാധനം തന്നെ. 2 സെക്ടറിലും 3 സെക്ടറിലും 4 സെക്ടറിലും ഹൗസ് ഹോൾഡ് ആൻഡ് ഫേം തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെയിം ആണ്. ഇനി ഫേമും ഫൈനാൻഷ്യൽ മാർക്കറ്റും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഫേം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് ബോറോ ചെയ്യുന്നു. സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട് അവർ സേവ് ചെയ്യുന്നു. ഗവൺമെന്റും ഹൗസ് ഹോൾഡും തമ്മിലോ? ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്, ഫാക്ടർ പേയ്മെന്റ്. 3 സെക്ടറിൽ കണ്ട പോലെ തന്നെ ട്രാൻസ്ഫർ പേയ്മെന്റ് ഉണ്ട്, ഫാക്ടർ പേയ്മെന്റ് ഉണ്ട്. ഹൗസ് ഹോൾഡ് ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സുകൾ പേ ചെയ്യുന്നു. ഇനി ഗവൺമെന്റും ഫേമും തമ്മിൽ നേരത്തെ പോലെ തന്നെ ഗവൺമെന്റ് ഫേമിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുന്നു, അതിന് പേയ്മെന്റ് നടത്തുന്നു, കൂടാതെ സബ്സിഡീസ് അല്ലെങ്കിൽ ഗ്രാൻഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഫേം എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിലേക്ക് ടാക്സുകൾ പേ ചെയ്യുന്നു. ഇനി ഗവൺമെന്റും ഫൈനാൻഷ്യൽ മാർക്കറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പോ? ഗവൺമെന്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്യുന്നു, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരുടെ എക്സ്ട്രാ സർപ്ലസ് ഫണ്ട് സേവ് ചെയ്യുന്നു. ഗവൺമെന്റും ഫോറിൻ സെക്ടറും ഇനിയാണ് എക്സ്ട്രാ പഠിക്കാനായിട്ടുള്ളത്. ഗവൺമെന്റും ഫോറിൻ സെക്ടറും തമ്മിലുള്ള ബന്ധം.
ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഫോറിൻ സെക്ടറിന് പേയ്മെന്റ് നടത്തുന്നു. അതായത് ഗവൺമെന്റ് ചിലപ്പം ഗുഡ്സ് ആൻഡ് സർവീസ് ഇമ്പോർട്ട് ചെയ്യും. അതിന് പേയ്മെന്റ് ഫോറിൻ സെക്ടറിന് ഗവൺമെന്റ് കൊടുക്കുന്നു. പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ പേയ്മെന്റ് ഗവൺമെന്റിന് കിട്ടുന്നു. അപ്പം ഗവൺമെന്റ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് പേയ്മെന്റ് ഫോറിൻ സെക്ടറിന് കൊടുക്കുന്നു. ഗവൺമെന്റ് എക്സ്പോർട്ട് നടത്തുവാണെങ്കിൽ ഫോറിൻ സെക്ടറിൽ നിന്ന് ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് വരുന്നു. ഹൗസ് ഹോൾഡും ഫോറിൻ സെക്ടറും തമ്മിലുള്ള ബന്ധം എന്താണ്? ഫോറിൻ സെക്ടർ റിസീവ് മണി ഫ്രം ഹൗസ് ഹോൾഡ് ഫോർ ഇമ്പോർട്ട്. ഹൗസ് ഹോൾഡ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഫോറിൻ സെക്ടറിന് പൈസ കിട്ടും, പണം കിട്ടും. ഇനിയും ഫാക്ടർ സർവീസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റുകളായിട്ട് ഹൗസ് ഹോൾഡിന് ഫോറിൻ സെക്ടറിന്റെ കയ്യിൽ നിന്ന് മണി റിസീവ് ചെയ്യും. ഫേം ആൻഡ് ഫോറിൻ സെക്ടറിനെ അനുസരിച്ച് ഫേം ആൻഡ് ഫോറിൻ സെക്ടർ നോക്കുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ഫോറിൻ സെക്ടറിന് ഫേം പേയ്മെന്റ് നടത്തുന്നു. പിന്നെ എക്സ്പോർട്ടിന് ഫോറിൻ സെക്ടറിൽ നിന്ന് ഫേമിന് പേയ്മെന്റ് കിട്ടുന്നു. ഓക്കെ, അടുത്തത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്നാണ്. എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം? അണ്ടർസ്റ്റാൻഡിങ് ദ ഇന്റർഡിപെൻഡൻസ് എമംഗ് സെക്ടേഴ്സ്. അതായത് ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്, ഫോറിൻ സെക്ടേഴ്സ് ഇവരെങ്ങനെയാണ് മ്യൂച്വലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അതായത് ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർക്ക് വേണം? ഗവൺമെന്റിനും വേണം, ഫേംസിനും വേണം അല്ലെ? ഫേംസ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ സബ്സിഡി, ട്രാൻസ്ഫർ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നു. ഇവരെല്ലാവരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഫേമും ഗവൺമെന്റും ഹൗസ് ഹോൾഡും ഫോറിൻ സെക്ടറൊക്കെ പരസ്പരം ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പം അത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈ സർക്കുലർ ഫ്ലോ എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. ഈച്ച് സെക്ടർ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ടു കീപ് എക്കണോമിക് ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ്. എക്കണോമിക് ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സെക്ടർ മറ്റൊരു സെക്ടറിനെ ആശ്രയിച്ചാണ്, ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ എക്കണോമിയുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. ദ സർക്കുലർ ഫ്ലോ റിഫ്ലക്ട് ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അതായത് വരുമാനം, ഇൻകമും എക്സ്പെൻസും. ഒരാളുടെ ഇൻകം മറ്റൊരാളുടെ എക്സ്പെൻസ് ആണ്, ഒരാളുടെ എക്സ്പെൻസ് മറ്റൊരാളുടെ ഇൻകം ആണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് സർക്കുലർ ഫ്ലോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇഫ് ദർ ഈസ് ഡിസ്റ്റർബൻസ്, അതായത് ലീക്കേജ് ഓർ ഇൻഡക്ഷൻ സംഭവിക്കാം അല്ലെ? ഈ സർക്കുലർ ഫ്ലോയിൽ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാകാം, ലീക്കേജ് ഓർ ഇൻജക്ഷൻസ് സംഭവിക്കാം. അത് ഇക്വിലിബ്രിയത്തെ ബാധിക്കും. അപ്പോൾ എന്താണ്, ഈ എല്ലാ സെക്ടേഴ്സും കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്താലേ ഒരു എക്കണോമിയിൽ ഇക്വിലിബ്രിയം ഉണ്ടാകുകയേ ഉള്ളൂ. ലീക്കേജസ് എന്ന് പറഞ്ഞാൽ, ലീക്കേജ്, ഒരു പൈപ്പിൽ ലീക്കേജ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നഷ്ടമായി പോവുക. അതായത് ഒരു എക്കണോമിയിലെ ഇൻകത്തിന്റെ ഫ്ലോയിൽ കുറവുണ്ടാകുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു വിഡ്രോവൽ ഉണ്ടാകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലീക്കേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു 2 സെക്ടർ മോഡലിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇല്ല എങ്കിൽ അവിടെ ലീക്കേജ് ഒന്നും ഇല്ല. ഒരു 2 സെക്ടർ മോഡലിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ സേവിങ്സ് നടക്കുന്നു അല്ലേ? നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നമ്മൾ സേവ് ചെയ്യുന്നു, ഫുള്ളിൽ കൺസ്യൂം ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, 2 സെക്ടർ മോഡൽ വിത്ത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ സേവിങ്സ് എന്ന് പറയുന്ന ഒരു ലീക്കേജ് സംഭവിക്കുന്നു. 3 സെക്ടർ ആകുമ്പോൾ അവിടെ സേവിങ്സും ഉണ്ട്, ഗവൺമെന്റ് ടാക്സും ഉണ്ട്, അതാണ് അവിടുത്തെ ലീക്കേജ്. 4 സെക്ടർ മോഡൽ ആകുമ്പോൾ സേവിങ്സ് ഉണ്ട്, ടാക്സ് ഉണ്ട്, ഇമ്പോർട്ട് ഉണ്ട്. ഇത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി ഇൻജക്ഷൻസ്. ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലോ ഓഫ് ഇൻകത്തിൽ വരുന്ന അഡീഷൻസ്, ഫ്ലോ ഓഫ് ഇൻകത്തിലേക്ക് വരുന്ന അഡീഷൻസ്. 2 സെക്ടർ മോഡൽ വിത്തൗട്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ അഡീഷൻസ് ഒന്നുമില്ല, അവിടെ നോ ഇൻജക്ഷൻസ് ആണ്. 2 സെക്ടർ മോഡൽ വിത്ത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, അതായത് ബാങ്കുകളിൽ നിന്ന് ഫണ്ട് ബോറോ ചെയ്ത് അവിടെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്ട്രാ ആയിട്ട് വരുന്നു. 3 സെക്ടർ ആണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്, ഗവൺമെന്റിന്റെ കിട്ടുന്ന സബ്സിഡീസ്, ഗ്രാൻഡ്, പെൻഷൻസ് സ്കീമൊക്കെ ഉണ്ട്. 4 സെക്ടർ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, എക്സ്പോർട്ട് ഉണ്ട്. ഓക്കെ, അടുത്തത് മൊഡ്യൂൾ 3യുടെ യൂണിറ്റ് 1 ആണ്. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് മൊഡ്യൂൾ 1 യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3യുടെ യൂണിറ്റ് 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 3 യൂണിറ്റ് 1 ആണ് പഠിക്കാനായിട്ട് പോകുന്നത്.
സെൻട്രൽ ബാങ്ക് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBI അല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തെ ബാങ്കിങ് ആൻഡ് മോണിറ്ററി സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന, അതിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന അപ്പെക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് സെൻട്രൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഒരു രാജ്യത്തെ ബാങ്കിങ് ആൻഡ് മോണിറ്ററി സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്ന, ഓപ്പറേഷൻസ് നോക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന അപ്പെക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ ബാങ്ക്. ഇന്ത്യയിലെ മോണിറ്ററി സിസ്റ്റവും ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ എന്ത്? സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1935 ഏപ്രിൽ 1 ആണ്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് അണ്ടർ RBI ആക്ട് 1934. RBI ആക്ട് 1934 പ്രകാരമാണ് എന്ത് ചെയ്തത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പം RBI ആക്ട് 1934 പ്രകാരം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. ഹായ് പ്രിയ, ഹായ് ഉമർ, എല്ലാവരെയും അറിയാം. ഓക്കെ, UK, USA നമ്മുടെ അപ്പെക്സ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. UKയുടെ ഏതാണ്? ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും. USAയുടേത് ഫെഡറൽ റിസർവ് സിസ്റ്റവുമാണ്. എന്തിനാണ് സെൻട്രൽ ബാങ്കിന് 3 പ്രിൻസിപ്പിൾ ആണുള്ളത്. ഒന്ന്, പബ്ലിക് വെൽഫെയർ അല്ലെ, എന്താണ്? സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുക. ഇറ്റ് ഓപ്പറേറ്റ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്, നോട്ട് ഫോർ പ്രോഫിറ്റ്. സാധാരണ ഒരു ബാങ്കുകൾ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? സാധാരണ ഒരു ബാങ്ക് ആയിക്കോട്ടെ, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവർ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണ്? പ്രോഫിറ്റ് മോട്ടീവ് അല്ലേ? പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. അപ്പൊ ഈ സെൻട്രൽ ബാങ്ക് എന്താണ്? ഒരിക്കലും പ്രോഫിറ്റ് മോട്ടീവ് അല്ല. ബിക്കോസ് അവരുടെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങളുടെ അപ്പെക്സ് ബോഡിയാണ് അവരെന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? പബ്ലിക് ഇൻട്രസ്റ്റ്, അതായത് എന്താണ്? പബ്ലിക് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനെ കീപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാനായിട്ട്, മണി സപ്ലൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, മണി കൺട്രോൾ ചെയ്യാനായിട്ടാണ് അവര് ഫംഗ്ഷൻ ചെയ്യുന്നത്. മോണിറ്ററി അതോറിറ്റി. അപ്പോൾ ഒരു സെൻട്രൽ ബാങ്ക് ഒരു രാജ്യത്തിന്റെ മോണിറ്ററി അതോറിറ്റിയാണ്. മോണിറ്ററി കാര്യങ്ങൾ നിയന്ത്രിക്കാനും റെഗുലേറ്റ് ചെയ്യാനും എല്ലാം ആർക്കാണ് അധികാരം? ആ ഒരു സെൻട്രൽ ബാങ്കിനായിരിക്കും. അതായത് എക്കണോമിയുടെ സ്റ്റെബിലിറ്റി, എക്കണോമിക് ഗ്രോത്തിലാണ് ഇവർ ഫോക്കസ് കൊടുക്കുന്നത്. നോൺ കോമ്പറ്റീറ്റീവ് ആണ്, അതായത് ബാങ്കുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. റിസർവ് ബാങ്ക് പ്രോഫിറ്റിന് വേണ്ടി അല്ലാത്തതുകൊണ്ട് അവർ കൊമേഴ്ഷ്യൽ ബാങ്കുമായിട്ട് കോമ്പീറ്റ് ചെയ്യാറില്ല. ഓക്കെ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് എന്താണ്? ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിന്റെ ഒരു സെൻട്രൽ ബാങ്കിന്റെ ഒരു സെൻട്രൽ ബാങ്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഉണ്ട്. ആ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ്, കറൻസി അതോറിറ്റി. അതായത് ഒരു രാജ്യത്തെ കറൻസി നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. കറൻസി അതോറിറ്റി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. മൊണോപ്പൊളി ഓഫ് ഇഷ്യൂയിങ് പേപ്പർ കറൻസി, അതായത് നമ്മുടെ രാജ്യത്തെ റിസർവ് ബാങ്ക് ആണ് സെൻട്രൽ ബാങ്ക്. അപ്പൊ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് 1 രൂപ നോട്ട്, 1 രൂപയുടെ നോട്ടും അതുപോലെ തന്നെ കോയിൻസും ഒഴിച്ച് ബാക്കി എല്ലാം പ്രിന്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. പിന്നീട് RBI നോട്ട് ആർ സൈൻ ബൈ ഗവർണർ അല്ലെ. RBI ഗവർണർ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തെ എന്താണ് കറൻസികളെല്ലാം സൈൻ ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഗവർണറുടെ സൈൻ കാണത്തില്ലേ? ദെൻ 1 രൂപ നോട്ട് ആരാണ് സൈൻ ചെയ്യുന്നത്? ഫൈനാൻസ് സെക്രട്ടറി ആണ് സൈൻ ചെയ്യുന്നത്. ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്നതും ബാങ്കുകൾക്ക് ഡയറക്ഷൻ കൊടുക്കുന്നതും എല്ലാം ആരാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആണ്. അപ്പം ബാങ്കേഴ്സ് ബാങ്ക് ആണ്, അതായത് കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക് മെയിൻറ്റെയിൻ റിസർവ് വിത്ത് RBI. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ ഒരു ഭാഗം RBIയിൽ കൊണ്ട് റിസർവ് ആയിട്ട് വെക്കണം. അപ്പൊ എന്താണ്? ക്യാഷ് റിസർവുകൾ, ബാങ്കുകളുടെ ക്യാഷ് റിസർവ് എവിടാ സൂക്ഷിക്കുന്നത്? നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ബാങ്കുകളുടെയും റിസർവ് മണി എവിടാ സൂക്ഷിക്കുന്നത്? RBIയിലാണ് സൂക്ഷിക്കുന്നത്. പിന്നീട് ക്യാഷ് റിസർവ് റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട്, CRR ക്യാഷ് റിസർവ് റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് എന്താണ്? ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ RBI ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ബാങ്കുകളെ എന്താണ്? CRR ഉപയോഗിച്ചുകൊണ്ട് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് RBI ഹെൽപ്പ് ചെയ്യുന്നു. ബാങ്കുകൾക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുന്നു, ബാങ്കുകൾക്ക് എന്തെങ്കിലും ക്രൈസിസ് വരുന്നു, അവർക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ അവരെ ആര് ഹെൽപ്പ് ചെയ്യുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹെൽപ്പ് ചെയ്യുന്നു.
ദെൻ ബാങ്കുകൾ തമ്മിലുള്ള ഇന്റർ ബാങ്ക് പേയ്മെന്റുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതും സെറ്റിൽ ചെയ്യുന്നതും ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആണ്. പ്രൊമോട്ട്സ് എഫിഷ്യൻറ്റ് ക്യാഷ് യൂസ് ആൻഡ് എൻഷുർ ലിക്വിഡിറ്റി. നല്ല രീതിയിൽ ക്യാഷുകൾ യൂസ് ചെയ്യാനും ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആണ്. മൂന്നാമത് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ഫോറിൻ എക്സ്ചേഞ്ചുകൾ കൺട്രോൾ ചെയ്യുന്നതും അതിന്റെ മാനേജ്മെന്റ് ആർക്കാണ്? സെൻട്രൽ ബാങ്കിനാണ്, അല്ലെങ്കിൽ നമ്മുടെ RBI ക്കാണ്. എന്താണ് എക്സ്ചേഞ്ച് റേറ്റുകൾ സ്റ്റേബിൾ ആയിട്ടുണ്ടേ, അതായത് ഡോളറും റുപ്പിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പ്രൈസ് മാറാൻ പാടില്ല, ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പാടില്ല, അത് മാർക്കറ്റുകളെ ബാധിക്കും. അതിനെ സ്റ്റേബിൾ ആക്കി കൊണ്ടുവന്ന ആരാണ്? സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഫോറിൻ കറൻസികൾ ബൈ ആൻഡ് സെല്ല് ചെയ്ത് റുപ്പിയുടെ വാല്യൂവിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതും റിസർവ് ബാങ്ക് ആണ്. കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, അതായത് മോണിറ്ററി പോളിസി, റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മണി കൺട്രോൾ ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആണ്. എന്തിനാണ്? ഇൻഫ്ലേഷൻ ആകാൻ പാടില്ല അല്ലേ, ഇൻഫ്ലേഷൻ ആകാനും പാടില്ല, ഡിഫ്ലേഷൻ ആകാനും പാടില്ല, പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാകണം, എക്കണോമിക് ഗ്രോ ആണ്. അതിനുവേണ്ടിയാണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, CRR, SLR ഒക്കെ കൊണ്ട് ആര് വരുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നത്. ഇത് കൂടാതെ കുറച്ച് ഫംഗ്ഷൻസ് കൂടി RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിനുണ്ട്. ഒന്ന് ഇൻഡസ്ട്രിയൽ ഫൈനാൻസ്, അതായത് IFCI, IDBI, ICICI, SIDBI, UTI ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് RBI ആണ് കാരണമായത്. പിന്നീട് സെറ്റപ്പ് എക്സിം ബാങ്ക് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കൂടാനായിട്ട് എക്സിം ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത് ഫോറിൻ ട്രേഡ് ഫൈനാൻസ് ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നാഷണൽ ഹൗസിംഗ് ക്രെഡിറ്റ് ഫണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഹൗസിംഗ് ഫൈനാൻസിന് വേണ്ടി. അഗ്രികൾച്ചർ ഫൈനാൻസിന് വേണ്ടി 1982 നബാർഡ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ദെൻ മോണിറ്ററി ഡേറ്റ, സ്റ്റാറ്റിസ്റ്റിക്കൽ കളക്ഷൻ, മോണിറ്ററി ഡേറ്റ, ആവശ്യമുള്ള പുതിയ പോളിസീസ് ഇതെല്ലാം കൊണ്ടുവരുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പിന്നെ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നതും ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലേ, അണ്ടർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം. അതായത് ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്, ബാങ്കുകളുടെ ലെൻഡിങ് പോളിസി പറയുന്നത്, ലോൺ മാർജിൻ പറയുന്നത് ഒക്കെ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആണ്. പിന്നീട് കൊമേഴ്ഷ്യൽ കോപ്പറേറ്റീവ് ബാങ്കുകളിലെ ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണമല്ലോ, ബാങ്കിങ് സെക്ടറിൽ പ്രവർത്തിക്കുന്നവർക്ക് ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്? ഒരു രാജ്യത്തെ ക്രെഡിറ്റ് കൺട്രോൾ എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത്? രണ്ട് മെത്തേഡാണ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും. നമുക്ക് ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ജനറൽ ടൂൾ നോക്കാം. ദീസ് കൺട്രോൾ ഓവറോൾ ദ വോളിയം ഓഫ് ക്രെഡിറ്റ് ഇൻ ദ എക്കണോമിയിലെ ഓവറോൾ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നു, ജനറൽ ആയിട്ട് കൺട്രോൾ ചെയ്യാണ്. ഫസ്റ്റ് റിപ്പോ റേറ്റ്, അതായത് SBIക്ക് കുറച്ച് ഫണ്ട് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ SBI ആരോട് പോയി ചോദിക്കുന്നു? RBIയോട് പോയി ചോദിക്കുന്നു. RBI ഒരു ലോൺ ആയിട്ട് കൊടുക്കുന്നു, ഒരു ഷോർട്ട് ടേം ലോൺ ആയിട്ട് RBI SBIക്ക് ഫണ്ട് കൊടുക്കുന്നു. അപ്പം അതിന് പകരമായിട്ട് തിരിച്ച് റീപേയ്മെന്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് സഹിതം കൊടുക്കണ്ടേ? ആ ഇൻട്രസ്റ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്ത് കൊടുക്കുന്നു? ലോൺസ് കൊടുക്കുന്നു ഷോർട്ട് ടേം നീഡ്സിന് വേണ്ടി. ആ കൊടുക്കുന്ന ലോണിന്റെ മേലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. ചില സമയങ്ങളിൽ RBI എന്ത് ചെയ്യാറുണ്ട്? റിപ്പോ റേറ്റ് കൂട്ടാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? ബോറോയിങ്സ് കുറയ്ക്കാനായിട്ട്. അപ്പോൾ എന്താണ്? മാർക്കറ്റിൽ ക്രെഡിറ്റ് കുറയും, കടം കിട്ടുന്നത് കുറയും. അപ്പോൾ ഇതെന്തിനാണ്? ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ചില സമയങ്ങളിൽ റിപ്പോ റേറ്റ് കുറയ്ക്കാറുണ്ട്. അതെന്തിനാണ്? ആളുകൾക്ക് ബോറോയിങ്സ് കിട്ടാനായിട്ട് മോർ ക്രെഡിറ്റ്, അതായത് ഫണ്ട്, EMI, ലോണൊക്കെ കൂടുതലായിട്ട് ആളുകൾക്ക് കിട്ടുന്നു. ഇത് ഡിഫ്ലേഷനെ കുറയ്ക്കാനായിട്ട്. അടുത്തത് ബാങ്ക് റേറ്റ്. എന്താ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ? റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ് ടു ദ ബാങ്ക് ലോങ് ടേം നീഡ്സിന് വേണ്ടി, ലോങ് ടേം ആവശ്യങ്ങൾക്ക് വേണ്ടി RBI ബാങ്കുകൾക്ക് എന്ത് കൊടുക്കുന്നു? ലോൺ കൊടുക്കുന്നു. റിപ്പോ റേറ്റ് എന്താണ്? റിപ്പോ റേറ്റ് ഷോർട്ട് ടേം ആവശ്യങ്ങൾക്ക് വേണ്ടി RBI എന്ത് ചെയ്യുന്നു? ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നു. അതിന്റെ റേറ്റ് ആണ് റിപ്പോ റേറ്റ്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആവശ്യങ്ങൾക്ക് വേണ്ടി RBI ബാങ്കുകൾക്ക് കൊടുക്കുന്ന ആ ഒരു ലോണിന് വരുന്ന റേറ്റ് ആണ്. ഓക്കെ, എഫക്റ്റ് ഈസ് സെയിം ആസ് റിപ്പോ റേറ്റിന്റെ ഈ എഫക്റ്റ് തന്നെയാണ് ബാങ്ക് റേറ്റിന്റെ കേസിലും. എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ്?
ബാങ്കുകളുടെ കയ്യിൽ നിന്ന്, കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ചില സമയങ്ങളിൽ RBI ലോൺ എടുക്കും. ബാങ്കുകളുടെ കയ്യിൽ നിന്ന് RBI ചില സമയങ്ങളിൽ ലോൺ എടുക്കും. അതിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ RBI ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നു. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് RBIക്ക് ലോൺ കൊടുക്കുന്നു. എന്താണ് അതിന്റെ എഫക്റ്റ്? ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്ക്സ് പാർക്ക് മോർ മണി വിത്ത് RBIക്ക്, അതായത് റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടിക്കഴിയുമ്പോൾ ബാങ്കുകളെ സംബന്ധിച്ച് നല്ല പലിശ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? RBIക്ക് ഇവർ ലോൺ കൊടുക്കും. RBIക്ക് ലോൺ കൊടുക്കുമ്പോൾ സാധാരണക്കാർക്ക് ലോൺ കിട്ടുമോ? ഇല്ല. അപ്പം ക്രെഡിറ്റ് കുറയും. അത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് RBI കുറയ്ക്കും. എന്ത് സംഭവിക്കും? റിസർവ് ബാങ്കിന് ആരും ലോൺ കൊടുക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ എക്കണോമിയിൽ കൂടുതലായിട്ടും ക്രെഡിറ്റ് അവൈലബിൾ ആയി വരും. ഇത് ഡിഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. RBI എന്ത് ചെയ്തു? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയാണ് RBI എന്തിനാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുന്നത്? ഇൻഫ്ലേഷനെ തടയാനായിട്ട്, ലിക്വിഡിറ്റി, ആളുകളുടെ കയ്യിൽ ഫണ്ടിങ് കുറയ്ക്കാനായിട്ട്. എന്തിനാണ് ആളുകളുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് RBI വാങ്ങുന്നത്? ലിക്വിഡിറ്റി കൂട്ടാനായിട്ട്, അതായത് ഡിഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് ലീഗൽ റിസർവ് റിക്വയർമെന്റ്, അതായത് CRR. ബാങ്കുകൾ അവരുടെ നെറ്റ് ഡിമാൻഡിന്റെയും ടൈം ലയബിലിറ്റിയുടെയും ഒരു നിശ്ചിത ശതമാനം, ഒരു പെർസെൻറ്റേജ്, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ ഒരു പെർസെൻറ്റേജ് RBIയുടെ കൊണ്ട് റിസർവ് ആയിട്ട് വെക്കണം. അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ ഒരു ഭാഗം RBIയുടെ കയ്യിൽ റിസർവ് ആയിട്ട് കൊടുക്കണം. അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. CRR ചിലപ്പം കൂട്ടും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോഴാണ് ഒരു ബാങ്കിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ 25% RBIയുടെ കയ്യിൽ റിസർവ് ആയിട്ട് വെക്കണം. ഇത് 30% ആക്കി. എന്തിനു വേണ്ടി അങ്ങനെ ആക്കുന്നത്? ബാങ്കുകളുടെയിലുള്ള ഫണ്ട് കുറയ്ക്കാനായിട്ട്, ക്രെഡിറ്റ് കുറയ്ക്കാനായിട്ട്. CRR കുറയ്ക്കുന്നു. എന്തിനാ CRR കുറയ്ക്കുന്നത്? 25% വരുന്നത് ഇപ്പൊ 20% ആക്കി. എന്തിനാ 20% ആക്കുന്നത്? അങ്ങനെ വരുമ്പോൾ ബാങ്കുകളുടെ കൂടുതൽ ഫണ്ട് വരും, കൂടുതൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസും വരും. രണ്ടാമത്തെ ഓപ്ഷനാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR. അതായത് NDTL, നേരത്തെ പറഞ്ഞ നെറ്റ് ആൻഡ് ഡിമാൻഡ് ടൈം ലയബിലിറ്റി, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ ഒരു പെർസെൻറ്റേജ് ഗോൾഡ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയിട്ട് ബാങ്കുകൾ സൂക്ഷിക്കണം. SLR ചില സമയങ്ങളിൽ RBI കൂട്ടും. എന്തിനു വേണ്ടിയാണ്? ക്രെഡിറ്റ് കുറയ്ക്കാനായിട്ട്, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ. ചില സമയങ്ങളിൽ SLR കുറയ്ക്കും. എന്തിനാണ്? ക്രെഡിറ്റ് കൂട്ടാനായിട്ട്, ഡിഫ്ലേഷനെ ചെക്ക് ചെയ്യാനായിട്ട്. ദെൻ മാർജിൻ റിക്വയർമെന്റ്, ലോൺ എമൗണ്ടും സെക്യൂരിറ്റിയും തമ്മിലുള്ള, നമ്മൾ ഒരു ലോണും അതിന് വെക്കുന്ന സെക്യൂരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മാർജിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 3 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ബാങ്ക് ഒരിക്കലും 3 ലക്ഷം രൂപ നമുക്ക് ലോൺ തരത്തില്ല. ഒരു 2,40,000 രൂപ തന്നു, 2,40,000 രൂപ ലോണായിട്ട് തന്നു. കാരണം അവിടെ ഒരു കറക്റ്റ് അതിൻ്റെ വാല്യൂ തന്നെ തന്നാൽ പറ്റില്ലല്ലോ. അവിടെ ഒരു മാർജിൻ വെച്ചു. ഈ മാർജിൻ വെക്കുന്നത് ഹയർ ആണെങ്കിൽ ലോൺ കുറയ്ക്കാനായിട്ടാണ്, ലോൺ കൊടുക്കുന്നത് കുറയ്ക്കാനായിട്ടാണ്. ലോവർ മാർജിനാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആളുകൾക്ക് കൂടുതൽ ലോൺ കിട്ടാനായിട്ടാണ്. അടുത്തത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടൂൾസ്. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടൂൾസ് എന്താണ്? ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടൂൾസ് അതെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ക്രെഡിറ്റ് റേഷനിങ്, റെഗുലേറ്റ് ക്രെഡിറ്റ് ഫോർ കൺസ്യൂമർ ഡ്യൂറബിൾസ്. കൺസ്യൂമേഴ്സിൻ്റെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നു. അതായത് ഡൗൺ പേയ്മെൻറ്റ് കൂട്ടുന്നു. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ 3,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണമെന്നൊരു കമ്പനി പറയുന്നു. 3,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണം. RBI എന്ത് ചെയ്യും? ഡൗൺ പേയ്മെൻറ്റിൻ്റെ റേറ്റ് കൂട്ടുന്നു. അതായത് ഇനി മുതൽ 4,000 രൂപ അടയ്ക്കണം ഡൗൺ പേയ്മെൻറ്റ്. അങ്ങനെ വരുമ്പോൾ ആളുകൾ വാങ്ങുന്നത് കുറയും. ഒരു മിനിറ്റ്. അപ്പോൾ ആ ഡൗൺ പേയ്മെൻറ്റ് കൂട്ടി. അതായത് നേരത്തെ നമുക്കൊരു ഫോൺ പോയി മേടിക്കണമെങ്കിൽ 3,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതിയായിരുന്നു. ഇനി മുതൽ 4,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പം സാധാരണക്കാരെ സംബന്ധിച്ച് പ്രൊഡക്റ്റ് വാങ്ങുന്നത് കുറയും. അങ്ങനെ ചെയ്യാറുണ്ട്. ഡൗൺ പേയ്മെൻറ്റുകൾ റേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് പീരീഡ് കുറയ്ക്കുന്നു. നേരത്തെ 6 മാസത്തേക്ക് EMI കിട്ടുമായിരുന്നു. ഇനി എത്രയാണ്? EMI 4 മാസത്തേക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് കൂട്ടുക, അല്ലെങ്കിൽ
റീപേയ്മെന്റ് പീരീഡ് കുറയ്ക്കുക. ഇതുവഴി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് കൺസ്യൂമർ ക്രെഡിറ്റ് റേഷനിങ് എന്ന് വിളിക്കുന്നത്. മോറൽ സെസഷൻ എന്ന് പറഞ്ഞാൽ അപ്പീൽസ് ആൻഡ് പെർസിക്യൂഷൻ ബൈ ദ RBI ടു ബാങ്ക് ടു ഫോളോ ഇറ്റ്സ് ക്രെഡിറ്റ് പോളിസീസ്. ഓക്കെ, RBI ബാങ്കുകൾ ക്രെഡിറ്റ് പോളിസീസ് ഫോളോ ചെയ്യാനായിട്ട് അപ്പീൽ ആൻഡ് പെർസിക്യൂഷൻ നടത്താറുണ്ട്. ദെൻ RBI എന്ത് ചെയ്യുന്നു? ഗൈഡ് ലൈൻസ് ആൻഡ് സർക്കുലേഴ്സ് കൊടുക്കുന്നു. ബാങ്കുകൾക്കുള്ള ഗൈഡ് ലൈൻസ് ആൻഡ് സർക്കുലേഴ്സ് കൊടുക്കുന്നത് RBI ആണ്. ഓക്കെ, അപ്പൊ എന്താണ് RBI എന്ത് ചെയ്യുന്നു? സർക്കുലേഴ്സ്, കൃത്യമായിട്ട് ലോസ് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സർക്കുലേഴ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഡയറക്റ്റ് ആക്ഷൻസ്, കൃത്യം ബാങ്കുകൾ RBIയുടെ ക്രെഡിറ്റ് റെഗുലേഷൻസ് പാലിച്ചില്ലെങ്കിൽ RBI എന്ത് ചെയ്യും? പണിഷ്മെന്റ് കൊടുക്കും അല്ലേ? RBI ബില്ല് ഡിസ്കൗണ്ടിങ് റെഫ്യൂസ് ചെയ്യും, പെനാലിറ്റി വരുത്തും, പിന്നെ ബാങ്കുകളുടെ ഓപ്പറേഷൻസ് റെസ്ട്രിക്റ്റ് ചെയ്യും. ഓക്കെ, ഇതുവഴിയൊക്കെയാണ് എന്താണ് ക്രെഡിറ്റ് കൺട്രോൾ RBI ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് മെത്തേഡും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും. കൊമേഴ്ഷ്യൽ ബാങ്ക് അടുത്ത യൂണിറ്റ് ആണ്. മൊഡ്യൂൾ 3 യൂണിറ്റ് 2 ആണ്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇന്ന് പഠിക്കുന്ന പോർഷൻ ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവര് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നു, പ്രോഫിറ്റ് നേടാനായിട്ട് ആണ് അവർ പ്രവർത്തിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആളുകളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു, അതുപോലെ അതുവഴി അങ്ങനെ ഫംഗ്ഷൻ ചെയ്ത് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നു. നമ്മൾ 3 ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്: പബ്ലിക്, പ്രൈവറ്റ്, ഫോറിൻ ബാങ്ക്സ്. ഇന്ത്യയെ സംബന്ധിച്ച് SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡയൊക്കെയാണ് പബ്ലിക് ബാങ്കുകളാണ്. എന്താണ്? പബ്ലിക് ബാങ്കുകളാണ്. HDFC ബാങ്ക്, ICIC ബാങ്ക്, യെസ് ബാങ്ക് ഒക്കെയാണ് പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. ഫോറിൻ ബാങ്കുകൾ നമ്മളുണ്ട്: സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, സിറ്റി ബാങ്ക്, HSBC ബാങ്ക്, ഇതൊക്കെയാണ് ഫോറിൻ ബാങ്കുകൾ നമ്മുടെ ഇവിടെ ഉള്ള കൊമേഴ്ഷ്യൽ. കൊമേഴ്ഷ്യൽ ബാങ്കിന് ടൈപ്സ് ഉണ്ട്. നമ്മളിപ്പം പറഞ്ഞ പ്രൈവറ്റ്, പബ്ലിക്, ഫോറിന്. പ്രൈവറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബാങ്കിന്റെ മജോറിറ്റി ഓഫ് ഷെയർസും പ്രൈവറ്റ് വ്യക്തികളുടെയിലോ പ്രൈവറ്റ് കമ്പനികളുടെയിലോ ആണ്. ഓക്കെ, കമ്പനികളുടെയിലോ പ്രൈവറ്റ് ഇൻഡിവിജ്വലിൻ്റെ കയ്യിലാണ് ഒരു ബാങ്കിന്റെ മജോറിറ്റി ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ ആ ബാങ്കുകൾ എന്താണ്? പ്രൈവറ്റ് ബാങ്ക് എന്ന് വിളിക്കുന്നു. ഒരു ബാങ്കിന്റെ മജോറിറ്റി ഓഫ് ഷെയർസ് ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ അതിനെ പബ്ലിക് ബാങ്ക് എന്ന് വിളിക്കുന്നു. ഒരു ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എബ്രോഡും വിദേശത്തും അതിന്റെ പ്രവർത്തനം ഇന്ത്യയിലും ഉണ്ടെങ്കിൽ അതിനെ ഫോറിൻ ബാങ്ക് എന്ന് വിളിക്കുന്നു. കൊമേഴ്ഷ്യൽ ബാങ്കിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ലിക്വിഡിറ്റി, മെയിൻറ്റെയിൻ ക്യാഷ് റിസർവ് ടു മീറ്റ് ഡെയിലി വിഡ്രോവൽ ഡിമാൻഡ്. അതായത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് 10 കോടി രൂപ മൊത്തം ഡെപ്പോസിറ്റ് ഉണ്ട്. SBIയുടെ ഒരു ബ്രാഞ്ചിൽ 10 കോടി രൂപ മൊത്തം ഡെപ്പോസിറ്റ് വന്നു. അവരെന്ത് ചെയ്യും? 10 കോടി രൂപ എടുത്ത് ലോൺ കൊടുക്കത്തില്ല, കുറച്ച് ഫണ്ട് അവരുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യുന്നു. ഒരു കുറച്ച് ക്യാഷ് അവരുടെ കയ്യിൽ കീപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് അവരുടെ കയ്യിൽ ക്യാഷ് വെക്കുന്നത്? അവർക്ക് ആളുകൾ ചിലപ്പം വിഡ്രോ ചെയ്യാൻ ഡെയിലി വരുമല്ലോ. അങ്ങനെ ഡെയിലി വിഡ്രോവൽ ഡിമാൻഡ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ കുറച്ച് ക്യാഷ് അവരുടെ കയ്യിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ബാങ്കുകളുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫണ്ട് വേണം. പ്രോഫിറ്റബിലിറ്റി, എയിം ടു മാക്സിമൈസ് പ്രോഫിറ്റ്. ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? ലാഭം ഉണ്ടാക്കാനല്ലേ? അവർക്ക് പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയാണ്. ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി ചെയ്തിട്ട് ലാഭം ഉണ്ടാകാൻ, പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട്. സോൾവൻസി മസ്റ്റ് ബി ഫൈനാൻഷ്യലി സൗണ്ട് വിത്ത് ആഡിക്വേറ്റ് റിസർവ്സ്. CRR, SLR അല്ലെങ്കിൽ കയ്യിലെ ക്യാഷ് റിസർവ്സ് ഒക്കെ എപ്പോഴും വേണം കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ. ദെൻ സേഫ്റ്റി, ഇൻവെസ്റ്റ് ഡെപ്പോസിറ്റേഴ്സ് മണി സേഫ്ലി ടു അവോയ്ഡ് റിസ്ക്. അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളുടെ പൈസ നമ്മൾ ബാങ്കിനെ വിശ്വസിച്ചല്ലേ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് നടത്തുന്നത്, അതിനെ സുരക്ഷിതമായിട്ട് സേഫ്റ്റി ആയിട്ട് വെക്കുന്നു. പിന്നെ പബ്ലിക്കിനെ സേവിങ്സ് ഹാബിറ്റ്, ഡെപ്പോസിറ്റ് ഹാബിറ്റ് എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു. എംപ്ലോയീസിന് ടാർഗറ്റ് വെക്കും, ഇത്ര ഡെപ്പോസിറ്റ് ഒരു മാസം ബാങ്കിൽ വരണം, ഒരു വർഷം ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ടാകണം. അങ്ങനെ അപ്പോൾ എംപ്ലോയീസ് കൃത്യമായിട്ട് പ്രവർത്തിക്കും. എംപ്ലോയീസ് എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിനെ ഫോഴ്സ് ചെയ്യും സേവിങ് അക്കൗണ്ടും ഡെപ്പോസിറ്റ് അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ആളുകളിടയിൽ സേവിങ് ആൻഡ് ഡെപ്പോസിറ്റ് ഹാബിറ്റ് കൂട്ടുന്നു. ലോൺ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് ഹാവ് ക്ലിയർ പോളിസി ടു എൻഷുർ സേഫ് ആൻഡ് പ്രോഫിറ്റബിൾ ലെൻഡിങ്. സേഫായിട്ട് പ്രോഫിറ്റ് നേടണം. ബാങ്കുകൾ കടം കൊടുത്ത് ലാഭം നേടുന്നു, പക്ഷെ അത് സേഫ് ആയിരിക്കും. എക്കണോമി, അവോയ്ഡ് അൺനെസസറി എക്സ്പെൻസ്, ഓപ്പറേറ്റ് എഫിഷ്യൻ്റ്ലി. ആവശ്യമില്ലാത്ത എക്സ്പെൻസ് ഒന്നും ബാങ്കുകൾ ഉണ്ടാകാറില്ല. അവർ എഫിഷ്യൻ്റ് ആയിട്ട്
പ്രവർത്തിക്കുന്നു. സർവീസ് ഓറിയന്റഡ് ബാങ്കുകൾ എന്താ ചെയ്യുന്നത്? കസ്റ്റമേഴ്സിന് എക്സലന്റ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? സീക്രസി കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ബാങ്കുകൾ പുറത്തു കൊടുക്കാറില്ലല്ലോ, വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. മോഡേണൈസേഷൻ പുതിയ ടെക്നോളജി അനുസരിച്ചാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് അല്ലേ? ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, അങ്ങനെ ടെക്നോളജിക്കൽ ബേസിസിൽ അവർ വർക്ക് ചെയ്യുന്നു. സ്പെഷ്യലൈസേഷൻസ് എംപ്ലോയീസിന്റെ സ്കിൽസ് ആൻഡ് എക്സ്പെർട്ടൈസ് വളരാനുള്ള ടാസ്ക് ആൻഡ് അസൈൻമെന്റ്സ് അവർക്ക് കൊടുക്കുന്നു. മോസ്റ്റ്ലി എന്താണ് ഹൈ ഡിമാൻഡ് ഏരിയാസിലെല്ലാം മിക്ക ബാങ്കുകളുടെയും ബ്രാഞ്ചസ് ഉണ്ട്. കസ്റ്റമർ റിലേഷൻഷിപ്പ് കസ്റ്റമേഴ്സുമായിട്ട് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഇനി വരാൻ ചാൻസ് ഉള്ള കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് അവർ കീപ്പ് ചെയ്യുന്നു. പിന്നെ അഡ്വർടൈസ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്ത് ക്ലയന്റിനെ അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നു. മണി മൾട്ടിപ്ലയർ ബാങ്ക് ക്രിയേറ്റ് ക്രെഡിറ്റ് ബൈ ലെൻഡിങ് മോർ ദാൻ ഡെപ്പോസിറ്റ്. അതായത് ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റിനേക്കാളും കൂടുതൽ ലെൻഡ് ചെയ്തിട്ട് ക്രെഡിറ്റ് ക്രിയേഷൻസ് ചെയ്യുന്നു. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് എന്താണ്? ഫസ്റ്റ് പ്രൈമറി ഫംഗ്ഷൻ നോക്കുമ്പോൾ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് പല ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ. സേവിംഗ് ഡെപ്പോസിറ്റ്, സ്മോൾ, റെഗുലർ, ലിമിറ്റഡ് വിഡ്രോവൽ, ഏൺ ഇൻട്രസ്റ്റ്, അങ്ങനെ അല്ലേ? സേവിംഗ് ഡെപ്പോസിറ്റിന്റെ ഫീച്ചേഴ്സ് എന്താണ്? ചെറിയതല്ലേ, ചെറിയ ചെറിയ സേവിങ്സ് നടത്തുന്ന അക്കൗണ്ട്, നമ്മൾ സാധാരണയായി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട്. അവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നു. ദെൻ കറന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളുണ്ട്, ബിസിനസ്സുകളാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു പ്രത്യേക കാലത്തേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണത്, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ബാങ്കുകൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഡിമാൻഡ് ലോണ്, ഷോർട്ട് ടേം ലോൺസ്, ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട്, ഇങ്ങനെ പല രീതിയിലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്രെഡിറ്റ് ക്രിയേഷൻസ് അതായത് കീപ്പിംഗ് ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് ഡെപ്പോസിറ്റ് ആസ് റിസർവ്. അതായത് കിട്ടുന്ന 10 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമെങ്കിൽ 2 കോടി രൂപ മാത്രം റിസർവ് ആയിട്ട് വെക്കുന്നു, ബാക്കി എമൗണ്ട് ലോണായിട്ട് കൊടുത്ത് ക്രെഡിറ്റ് കൃത്യമായിട്ട് ഉറപ്പാക്കുന്നു. സെക്കൻഡറി ഫങ്ഷൻസ് ഇത് മാത്രമല്ല, ഏജൻസി ഫങ്ഷൻസും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന് വേണ്ടി എന്താണ് അവർക്ക് വേണ്ടിയുള്ള പേയ്മെന്റുകൾ നടത്തുന്നു അല്ലെങ്കിൽ കളക്ഷൻസ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് ഒരു ചെക്ക് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെക്ക് ഞാൻ ബാങ്കിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ചെക്കിൽ നിന്ന് കിട്ടാനുള്ള പൈസ എൻ്റെ ബാങ്കിൽ കളക്ട് ചെയ്തോളും. അല്ലെങ്കിൽ എനിക്കൊരു കിട്ടണമെങ്കിൽ ഞാനായിട്ട് പേയ്മെന്റ് ചെയ്യേണ്ട, ഞാൻ എൻ്റെ ചെക്ക് കൊടുത്താൽ മതി, ബാങ്ക് ആ പേയ്മെന്റ് ചെയ്തോളും. പേയ്മെന്റ് നടത്തുകയും അല്ലെങ്കിൽ കളക്ഷൻസ് ചെയ്യുന്നു. ബാങ്കുകളിൽ ചെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഓവർ ഡ്രാഫ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് ചില ബാങ്കുകൾ വിഡ്രോ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? പെർമിഷൻ തരും. മണി റെമിറ്റൻസ് ഡൊമസ്റ്റിക് ആയിക്കോട്ടെ ഇന്റർനാഷണൽ ആയിക്കോട്ടെ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെ, ഫോറിൻ കറൻസി വാങ്ങാനും വിൽക്കാനും പറ്റുന്നു. ദെൻ മെർച്ചന്റ് ബാങ്ക്സ് ഫണ്ട് റേസ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിലൊക്കെ ബാങ്കുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ലോക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ചെക്ക് ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ, ബില്യൺ ട്രേഡിങ്സ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ക്രെഡിറ്റ് ക്യാഷ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ കുറേ സർവീസ് ബാങ്കുകൾ ചെയ്യുന്നു. എങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ്. ബാങ്ക് അലോ കസ്റ്റമേഴ്സ് ടു ഓവർഡ്രോ ദെയർ അക്കൗണ്ട്. അതായത് ബാങ്ക് എന്ത് ചെയ്യുന്നു? അവരുടെ അക്കൗണ്ടിലുള്ള ബാലൻസിനെക്കാട്ടിൽ കൂടുതൽ വിഡ്രോ ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. ദീസ് ഓവർഡ്രാഫ്റ്റ് ഇൻക്രീസസ് ദ ബാങ്ക്സ് ലയബിലിറ്റി ആൻഡ് അപ്പിയേഴ്സ് ആസ് ന്യൂ ഡെപ്പോസിറ്റ്. ഓവർഡ്രാഫ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ബാങ്കുകളുടെ ലയബിലിറ്റി കൂട്ടുന്നു, അത് പുതിയൊരു ഡെപ്പോസിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ എക്കണോമിയിലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൂടുന്നു. ദെൻ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? സെക്യൂരിറ്റീസ് വാങ്ങുന്നു. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ബാങ്കുകൾ സെക്യൂരിറ്റീസ് വാങ്ങുന്നു. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ക്യാഷ് ബാങ്ക് ഇഷ്യൂ ചെക്സ് ഓർ ക്രെഡിറ്റ് ദ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓഫ് ദ സെല്ലർ. വിൽക്കുന്ന ആള് ഓക്കെ. ഇപ്പൊ എൻ്റെ കയ്യിൽ കുറച്ച് ഷെയർസ് ഉണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ബാങ്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. എനിക്ക് ക്യാഷ് ആയിട്ട് തരുന്നതിന് പകരം ഒന്നെങ്കിൽ എനിക്ക് ചെക്കായിട്ട് തരുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? എൻ്റെ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ അവർ ആ പൈസ ഇടുന്നു. ദീസ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് ആക്ട് ആസ് എ ന്യൂ മണി സർക്കുലേഷൻ. ഇതെന്താണ്? ഒരു പുതിയൊരു മണി സർക്കുലേഷൻ ആയിട്ടാണ് എക്കണോമിയിൽ വരുന്നത്. വെൻ ദ സെല്ലർ സ്പെൻഡ് ഓർ ഡെപ്പോസിറ്റ് ദ ചെക്ക് ക്രെഡിറ്റ് ഈസ് സർക്കുലേറ്റ് ആൻഡ് മൾട്ടിപ്ലൈഡ്. അപ്പോൾ എന്താണ്? സെല്ലർ ആ ചെക്ക് ഉപയോഗിക്കുമ്പോൾ അത് സർക്കുലേറ്റ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോഴത്തേന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്, ഡിഗ്രി വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, ഡിഗ്രി ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയാൽ നിങ്ങൾക്ക് എന്താണ് നോട്ട് നിങ്ങളുടെ ആ ഒരു പേജിൽ നിന്നോ ചാനലിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ എക്സാമ്പിൾസ് നിങ്ങൾ ഈ നോട്ട് കിട്ടുമ്പോഴത്തേന് ഒന്ന് വായിച്ച് നോക്കണേ.
ദെൻ കോൺട്രാക്ഷൻ ഓഫ് ക്രെഡിറ്റ് എന്താണ്? ക്രെഡിറ്റ് കുറയ്ക്കാനായിട്ട് ബാങ്കുകൾ ലെൻഡിങ് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ മണി സപ്ലൈ കുറയ്ക്കാനായിട്ട് ബാങ്കുകൾ കടം കൊടുക്കുന്നത് കുറയ്ക്കുന്നു. ബാങ്ക്സ് ലോൺസ് തിരികെ വിളിക്കുന്നു, അല്ലെങ്കിൽ റിസർവ് റേഷ്യോസ് കൂട്ടുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു? ബാങ്കുകൾ മണി ഡിമാൻഡ് കുറയ്ക്കുന്നു. എക്സ്പാൻഷൻ ഓഫ് ക്രെഡിറ്റ്, ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റുകൾ കൂട്ടുന്നു. ഡെപ്പോസിറ്റുകൾ കൂട്ടുമ്പോൾ ക്രെഡിറ്റും കൂടുന്നു. ഓക്കെ, മൾട്ടിപ്പിൾ എ ബ്രോഡ് ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ എക്സസ് റിസർവ്സ് ലെൻഡിങ്ങിനായിട്ട് കൊടുക്കുന്നു. ഒരു സിംഗിൾ ബാങ്കിന് മൊണോപ്പൊളി ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൻ്റെ ഫങ്ഷൻസ്, അവർ ക്രെഡിറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ദെൻ ആർ ബി ഐയുടെ ഫങ്ഷൻസ്, ആർ ബി ഐയുടെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ഇതാണ് ഈ മൊഡ്യൂൾ 3 എന്ന് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ദെൻ മൊഡ്യൂൾ 1 നമ്മൾ പഠിച്ച സർക്കുലർ ഫ്ലോ ഓഫ് 3 സെക്ടേഴ്സിൽ 3 സെക്ടർ, 2 സെക്ടർ, 4 സെക്ടർ മോഡൽ വിത്ത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്, വിത്തൗട്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. പിന്നെ ടൈപ്സ് ഓഫ് സർക്കുലർ ഫ്ലോ, ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എക്സാമിന് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ 2 മൊഡ്യൂൾസ് അത്ര ടഫ് അല്ല. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നാളെയാണ് നമ്മുടെ അടുത്ത ക്ലാസ്, 27th ജൂൺ അടുത്ത ക്ലാസ് നമുക്കുണ്ട്. ആ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ 5th മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ കിട്ടാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് യൂസ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഫർദർ ക്ലാസ്സുകൾ, നിങ്ങളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഫർദർ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ ഫോർ ദിസ് വണ്ടർഫുൾ സെക്ഷൻസ്. ബൈ.